ഹായ് ഗായ്സ്, അപ്പോൾ ഇപ്പോൾ സമയം 11:45 കാണാൻ കഴിയുന്നുണ്ടോ? 11:45 ഏപ്രിൽ 29 ഏപ്രിൽ 30 എൻ്റെ ബർത്ത്ഡേ. അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനൊരു വീഡിയോ വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഐ ഫെൽറ്റ് സംതിങ് വെൻ റോങ്. അതെന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ സമയം എന്നെ ജസൂജ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, ചേച്ചി എൻ്റെ വീട്ടിൽ നാളെ ആളുണ്ടാവില്ല, എവിടെയോ ഒരു മരണമുണ്ട്, അപ്പോൾ എൻ്റെ വീട്ടിൽ ആരും ഉണ്ടാവില്ല, അപ്പോൾ നാളെ ഏർലി മോർണിംഗുള്ള പ്രോഗ്രാമിന് വരണമെങ്കിൽ ഞാൻ ഇപ്പം ചേച്ചിൻ്റെ വീട്ടിൽ വന്ന് നിൽക്കേണ്ടി വരും. കാരണം എൻ്റെ വീട്ടിൽ നിന്ന് എല്ലാവരും ആ സ്ഥലത്തേക്ക് പോവുകയാണ്. അപ്പോൾ എന്നെ പിക്ക് ചെയ്യാൻ താഴെ വരുമോ എന്ന് ചോദിച്ചിട്ട് ഇപ്പോൾ വിളിച്ചായിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു സർപ്രൈസ് ആണെന്ന്. കാരണം എന്നെ പറ്റിക്കാൻ ഭയങ്കര പാടാണ് ഗൈസ്. കാരണം എല്ലാ ബർത്ത്ഡേക്കും സർപ്രൈസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നത് ഞാനാണ്. അപ്പോൾ എൻ്റെ ബർത്ത്ഡേക്ക് സമയം അതും 11:30 വിളിച്ചത്. മീൻസ് ബർത്ത്ഡേൻ്റെ അരമണിക്കൂർ മുന്നേ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു നാടകം ആക്കണമെങ്കിൽ ടീം മൊത്തം അവിടെ ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നത്. ചിലപ്പോൾ ഞാൻ ചമ്മിപ്പോവും കേട്ടോ. എനിക്ക് തോന്നുന്ന കാര്യമാണ് ഞാനിപ്പോൾ ക്യാമറേൻ്റെ മുന്നിൽ വന്നിട്ട് പറയുന്നത്. എനിക്ക് ഉറപ്പില്ല, ഐ എം നോട്ട് ഷുവർ. പക്ഷെങ്കിൽ എവിടെയോ ആരോ എന്നോട് പറയുന്നത് ഇത് അവിടെ എന്തോ പണി വെച്ചിട്ടുണ്ടെന്ന് എനിക്ക് എന്നാണ് പറയുന്നത്. പക്ഷെ ഞാൻ കുറച്ച് ടെൻഷനിലാണ്. കാരണം അവരെല്ലാവരും അവിടെ ഉണ്ടാവോ, എന്ത് പണിയാണ് എനിക്ക് വെച്ചതെന്ന് എനിക്കറിയില്ല. ഇനിയിപ്പോൾ വേറൊരു ഇതെന്ന് വെച്ചാൽ സംഭവം ശരിക്കും ജസൂജ പറഞ്ഞത് ശരിയാണെന്ന് വിചാരിക്കുക. മീൻസ് ശരിക്കും അവളുടെ വീട്ടിൽ ആളില്ലാത്തത് കൊണ്ട് അവൾ വരുമെങ്കിൽ ഞാൻ സത്യം പറഞ്ഞാൽ മൂഞ്ചും. കാരണം ഞാനിപ്പോൾ ഇതാ ഈ ഒരു 12 മണിക്ക് അടിപൊളിയായിട്ട് ഡ്രസ്സ് ലിപ്സ്റ്റിക്കും അത്യാവശ്യം കമ്മലൊക്കെ ഇട്ടിട്ട് നിന്നിട്ടുള്ളത്. അപ്പോൾ അവൾ വിചാരിക്കൂലേ ഈ പാതിരാത്രി എന്നെ കൂട്ടാൻ വരുന്ന വർഷേച്ചി എന്തിനാ ഇത്ര ഒരുങ്ങി നിൽക്കുന്നതെന്ന് അവൾ വിചാരിക്കും. പക്ഷേ എങ്കിൽ അതെന്തെങ്കിലും പറയാം നമുക്ക്. ഞാൻ ടൗണിൽ നിന്ന് വരുന്ന വഴിയാണെന്ന് കുറ്റം പറഞ്ഞിട്ട് ഒപ്പിക്കാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ എനിക്കൊരു സർപ്രൈസോ എന്തെങ്കിലും കിട്ടിയിട്ടായിരിക്കും ഞാൻ ഈ വീഡിയോ ഇടുന്നത്. അല്ലെങ്കിൽ ഈ വീഡിയോ ഇടൂല എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് നോക്കാം ഗൈസ്. സംഭവം മൂഞ്ചിന്ന് തോന്നുന്നു. ആരും വിളിക്കുന്ന കാണുന്നില്ല. ഇപ്പോൾ 11:52 സമയം. ആരും വിളിക്കുന്ന കാണുന്നില്ല. ഞാനിപ്പോൾ വിചാരിക്കുന്നത് ജസ്റ്റ് വണ്ടി എടുത്തിട്ട് താഴെ പോയി നോക്കിയാലോ എന്ന്. അങ്ങനെയാണെങ്കിൽ അവരെന്തെങ്കിലും സെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പം അവർ മൂഞ്ചൂലേ. അതായത് ഇപ്പം എനിക്ക് ബർത്ത്ഡേ സർപ്രൈസ് തരുന്നുണ്ടെങ്കിൽ അവരവിടെ എന്തെങ്കിലുമൊക്കെ ആ റോട്ടിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ പണി എടുക്കുന്നതായിരിക്കുമല്ലോ ഇപ്പം ചെയ്യുന്നുണ്ടാവുക. ഞാൻ വിചാരിക്കുന്നത് നൈസായിട്ട് റോഡിന് താഴെ ഇറങ്ങി പോയി നോക്കിയാലോ എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. പക്ഷെങ്കിൽ അവരഥവാ സർപ്രൈസ് തരുന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പോയാൽ അവർക്ക് സങ്കടമാവില്ലേ? വേണ്ടല്ലേ, പോണ്ട. പക്ഷെ എനിക്കിങ്ങനെ ഇരിക്കപ്പുറത്തില്ല. പക്ഷേ ചിലപ്പോൾ ഒന്നും ഉണ്ടാവൂല. എന്തായാലും ഒരു ജസൂജ വിളിക്കാണ്ട് ഇതിനൊരു ഇത് മനസ്സിലാവില്ല. ജസൂജ വിളിച്ചിട്ടൊന്നും ഇല്ലെങ്കിലും ഓക്കെ. ഇപ്പം ജസൂജ വിളിക്കൊന്നുമില്ല. എനിക്കാണെങ്കിൽ ഇവിടെ കുറച്ച് പണിയും ഉണ്ട്, ബാക്കി കുറച്ച് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. നോക്കാം. ഹലോ ചേച്ചി, എന്റെ മാക്കുറ്റിക്കാവിന്റെ അടുത്ത് കൂട്ടാൻ വരുവാ? അവര് ഈലൂട്ടിയ വണ്ടി എടുത്തിട്ട് വന്നിന്. ഞാൻ വഴി പറഞ്ഞു കൊടുക്കാൻ മറന്നുപോയി. താഴേക്ക് ഇവര് വണ്ടി തിരിച്ച് അവരങ്ങോട്ട് വിട്ട് ആടെന്ന് സീരിയസ് ആയിട്ട് വിളിച്ച് സ്വൈരൊക്കെ ഒന്ന് വാവാർ ചേച്ചി. മാറ്റി വന്നിട്ടോക്കെ ശോഭേച്ചിന്റെ ഓർക്ക് കളഞ്ഞു നിങ്ങളെ. ഇങ്ങനെ ഇവന്റിനാണ്
ഹാപ്പി ബർത്ത്ഡേ. സർപ്രൈസ് എല്ലാം ജോസൂനെ വിളിച്ചോ. അവരെ തിന്നിട്ട് അവരെ ഞാൻ അങ്ങനെ ഓർമ്മിച്ചിട്ടില്ല. ജോസൂനെ വിളിച്ചാ അമ്മ തേമ്പാ ഗൈസ്. അപ്പൊ ഞാൻ വിചാരിച്ചതുപോലെ തന്നെ ബർത്ത്ഡേ സർപ്രൈസ് തന്നെയായിരുന്നു. പക്ഷെ ഇത്ര ഹൈ സെറ്റപ്പ് ഒന്നും ഞാൻ വിചാരിച്ചില്ല. ഇത് മറ്റേ എന്താ പറയാ, ഇങ്ങനെയൊന്നും എനിക്ക് ഇതുവരെ ചേട്ടാ, എനിക്ക് റോട്ടെന്നാ സാധാരണ കിട്ടല് സർപ്രൈസ്. ഇത് പക്ഷെ ഇങ്ങനെ ഹൈ സെറ്റപ്പ് ഞാൻ കാണിച്ചു തരാം. ഇതെങ്ങനെ അപ്പൊ എന്തെങ്കിലും ഗൈസ്, ഞാൻ ഇത്രയൊന്നും വിചാരിച്ചിട്ടില്ല. ചെറുങ്ങനെ റോട്ട് തന്നെങ്കിലും ഒരു പരിപാടി ഉണ്ടാവും ഞാൻ വിചാരിച്ചു. പക്ഷെ ഇത്ര ഹൈ സെറ്റപ്പിൽ എനിക്ക് ആദ്യമായിട്ട് ഒരു ബർത്ത്ഡേ സർപ്രൈസ് കിട്ടുന്നു. താങ്ക് യു സോ മച്ച് ഉമ്മ. Happy birthday to you. Happy birthday to you. Happy birthday dear Harsha. നല്ല കേക്ക്. മാമനെയും കൂട്ടിക്കോ. ബാബാ ഹൈ സെറ്റപ്പ്. ഗൈസ്, ഞാൻ ഇത്രയൊന്നും വിചാരിച്ചിട്ടില്ല. ചെറുങ്ങനെ റോട്ട് തന്നെങ്കിലും ഒരു പരിപാടി ഉണ്ടാവും ഞാൻ വിചാരിച്ചു. പക്ഷെ ഇത്ര ഹൈ സെറ്റപ്പിൽ എനിക്ക് ആദ്യമായിട്ട് ഒരു ബർത്ത്ഡേ സർപ്രൈസ് കിട്ടുന്നു. താങ്ക് യു സോ മച്ച് ഉമ്മ. Happy birthday to you. Happy birthday to you. Happy birthday to you. ഗൈസ്, അങ്ങനെ ബർത്ത്ഡേ കഴിഞ്ഞു. ഇപ്പൊ ഇത് ഇങ്ങനത്തെ LED സംഭവങ്ങളിൽ സെറ്റ് ചെയ്യാണ്. ഡാൻസ് മാത്രല്ല, ഇങ്ങനത്തെ അറ്റകുറ്റപ്പണിക്കും പാട്ടുകാരെ വിളിക്കാം. ഇവനാണ് ഇതിന്റെ മെയിൻ ഗൈസ്. ബർത്ത്ഡേ സെലിബ്രേഷന്റെ ഭാഗമായിട്ട് അമൃതനോട് ചെരുപ്പ് വരെ മാറിപ്പോയി വീട്ടിൽ നിന്ന് വരുമ്പോടെ. ഇങ്ങനെ വന്നേ ആന്ന് അത്രയും തിരക്കിട്ടിട്ട് എവിടെ വിളിച്ചേ? ട്രാക്കിലാണുള്ളത്. ട്രീറ്റ് എല്ലാരും തിന്നുന്ന തിരക്കിലാ. ഗൈസ്, അപ്പോൾ എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ഒന്നുകൂടി. ഞാൻ പ്രതീക്ഷിച്ചിരുന്നു, പക്ഷെ ഇത്ര സെറ്റപ്പിലൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല. ഇത്രയും അടിപൊളിയായിട്ടുള്ള ബർത്ത്ഡേ സർപ്രൈസ് എല്ലാം ആദ്യമായിട്ടാണ്. ഇങ്ങനെ എന്താ പറയുക, ഒരു ഇവൻറ്റ് മാനേജ്മെൻ്റ് എല്ലാം ചെയ്യുന്ന പോലെ ഇങ്ങനെ അങ്ങനത്തെ ഇതൊരു ബർത്ത്ഡേ സെലിബ്രേഷൻ ആ മൂഡ് തന്നെ ആയിപ്പോയില്ലേ. നോക്കുമ്പോൾ എൻ്റെ ഡ്രസ്സും നിങ്ങളെ തീമും മാച്ചും ആയി. അതും അടിപൊളി.